അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് ഡേ ഔട്ട് ഫാമിലി ട്രാവൽ വ്ളോഗാണ്. ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ഫാമിലിയും ഉണ്ട്. സോ അപ്പം എവിടേക്കാണ് പോകുന്നത്, ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പോകുന്ന വഴിക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ലൈക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അക്കൗണ്ടിലും, അതുപോലെ തന്നെ വ്ളോഗിലും കാര്യങ്ങളൊക്കെ കാണും. സോ എല്ലാവരും ക്ഷമിക്കുക. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിലുള്ളത് നിങ്ങൾ പ്ലീസ് കമൻറ്റ്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ അപൂർവമായ പൈതൃക സ്മാരകമായ ചിതറാൽ ജൈനമഠത്തിലേക്കാണ്. ഇത് മലമുകളിലായിട്ട് ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. പുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രവും അതുപോലെ തന്നെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷവും അതുപോലെ തന്നെ പാറകളിൽ കൊത്തിയെടുത്ത ഒരുപാട് ശില്പങ്ങളും അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ യാത്ര അങ്ങോട്ടേക്കാണ്. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ഈ ഒരു ചെറിയ പടിക്കെട്ടുകളിലൂടെ നടന്നു വേണം മുകളിലേക്ക് കയറാൻ. ഇതിനിടയിലായിട്ട് ഇവർ കുറച്ച് നേരം വിശ്രമിക്കാനും അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എനിക്കിവിടെ ഒരു നന്നായിട്ട് തോന്നിയ കാര്യം എന്നുള്ളത്, നല്ല ക്ലീനായിട്ടോ വേറെ വേസ്റ്റുകളോ കാര്യങ്ങളോ പ്ലാസ്റ്റിക്കോ അങ്ങനെ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. നല്ല ക്ലീനായിട്ട് അവരവിടെ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇനി കുറച്ച് മുകളിലേക്ക് കയറി വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഭാഗം കാണാം. ഈ ഒരു ഭാഗത്തേക്ക് പോകുന്നത് നമുക്ക് താഴേക്കുള്ള വ്യൂ കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ഇടതുവശത്തായിട്ട് ഇതുപോലൊരു പാറയുണ്ട്. ആ പാറയ്ക്ക് മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്ന വ്യൂ ആണ് ഈ താഴേക്കുള്ള ഈ ഒരു വ്യൂ. അത്യാവശ്യം നല്ലൊരു തണുപ്പും അതുപോലെ തന്നെ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു അവിടെ. എന്നാൽ പോലും അങ്ങനെ നമുക്ക് ആ ചൂട് ഫീൽ ചെയ്തിട്ടില്ല, കാരണം അത്രയ്ക്ക് തണുപ്പുണ്ടായിരുന്നു. മുകളിലേക്ക് കയറും തോറും നല്ല ഭംഗിയുണ്ടായിരുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളും ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ചിതറാൽ ബുദ്ധജൈന ക്ഷേത്രം വിസിറ്റ് ചെയ്യുന്നത്. അപ്പം മുകളിലേക്കുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ കണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ ഒരുപാട് നേരം കറങ്ങി കണ്ടു. അപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ കണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയ ഒരു വെള്ളം കെട്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു. ചെറിയ ചെറിയ മീനുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും അതിൻ്റെ താഴേക്ക് ഇറങ്ങി ഇനി ആ ഒരു ഇടത് ഭാഗത്തുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെയും ഇതുപോലെയുള്ള പടിക്കെട്ടുകൾ കയറി വേണം നമുക്ക് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരുപാട് പാറക്കെട്ടുകളിൽ ഒരുപാട് കൊത്തിയെടുത്തിട്ടുള്ള ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങളും കണ്ടിട്ടില്ല, മുകളിൽ കയറും പറയും എങ്ങനെയാണെന്ന്. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് കുറച്ചിങ്ങനെ വിശ്രമിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ 2 പേരുടെയും ഫാമിലീസ് ഇന്ന് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മുകളിലൊരു ജൈനക്ഷേത്രം, അതാണ് സംഭവം. അപ്പോൾ ഇതൊക്കെ ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ട് കേട്ടോ. യൂട്യൂബിലും വ്ളോഗിലും റീൽസിലും ആയിട്ടൊക്കെ ഞാൻ ഒരുപാട് ഈ സ്ഥലം കണ്ടിട്ടുണ്ട്. ഇതുവഴി നമുക്ക് താഴെ ഇറങ്ങാം. അപ്പോഴാണ് ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ കാണാൻ പറ്റുക. അപ്പം അതിനു മുന്നേ ഞങ്ങൾ ആ ഒരു മുകളിലത്തെ ഭാഗത്തേക്ക് കയറി അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞു. അപ്പം ഇതാണ് ആ മുകളിൽ ഉള്ള ആ ഒരു അതിൻ്റെ വ്യൂ പോയിൻ്റ് വന്നിട്ട്. അപ്പോൾ ഇതിനുള്ളിൽ ചെറിയ സ്ഥലമുണ്ട് അകത്തേക്ക് കയറാൻ. അത്യാവശ്യം വണ്ണുണ്ടെങ്കിലൊക്കെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതുവഴിയാണ് കയറേണ്ടത്. അങ്ങനെ ഞാനും ഒന്ന് പരീക്ഷ നോക്കി. എനിക്ക് സിമ്പിളായിട്ട് കയറാൻ പറ്റി. പക്ഷെ അത്യാവശ്യം വണ്ണുണ്ടെങ്കിൽ അതുവഴി കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. പിന്നെ ചേട്ടാ അതിനിടയ്ക്ക് മുകളിലൊക്കെ കയറി. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അച്ഛനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്യിപ്പിക്കാമെന്ന്. അങ്ങനെ അച്ഛനും അതിനിടയിൽ കൂടെ അകത്ത് കയറി. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി വന്നു. കുഴപ്പമില്ല, ഞങ്ങൾ വിചാരിച്ചു ഇറങ്ങാൻ പറ്റുമെന്നൊക്കെ ഉള്ളൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല രസമായിരുന്നു കേട്ടോ. അതിനുള്ളിൽ അകത്ത് കാണാനൊന്നുമില്ല. അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. അതിനുശേഷം ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല ഒരു ആർച്ച്, ആ ഒരു സംഭവത്തിനുള്ളിലേക്കാണ് പോയത്. അത് നമ്മൾ നേരെ താഴെ ചെന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന വ്യൂ ഇതാണ്. ഇത് നമ്മൾ ഇവിടെയാണ് ഈ പാറകളിലൊക്കെ കുത്തിവെച്ച ശില്പത്തിൻ്റെ അത് കാണാൻ നല്ല ഫിനിഷിങ് ഉണ്ട്. അത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് താഴേക്ക് ഇറങ്ങുമ്പം ആ ഒരു ഭാഗം തന്നെയാണ് ആ ഒരു ക്ഷേത്രത്തിൻ്റെ അതൊക്കെ വരുന്നത്. പക്ഷെ അവിടെ പ്രതിഷ്ഠയുണ്ടോ കാര്യങ്ങളോ അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. അങ്ങനെ ചിലപ്പോൾ എനിക്കൊന്ന് പൂജ ഉണ്ടാവും. ബാക്കി അതിൻ്റെ വിശേഷമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. കാരണം അവിടെ കൃത്യമായിട്ട് പൂജയുണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടായില്ല. അതിൻ്റെ കുറച്ച് നിർദ്ദേശങ്ങളും അറിയിപ്പുകളും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം അതിന് ഫ്രണ്ടിലായിട്ട് ഇതുപോലൊരു വെള്ളത്തിന് അതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ കാണുന്ന ആ ഒരു ബുദ്ധജൈന ക്ഷേത്രം ഉള്ളത്. ഇത് ഒരുപാട് പുരാതനമായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അകത്ത് പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ എന്തായാലും ഒന്ന് കയറി അതിനുള്ളിലേക്ക് നോക്കി. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞങ്ങൾ ഇതുവഴി ഒരു കുഞ്ഞു വഴി അങ്ങോട്ട് നടന്നു. ഇതിൻ്റെ പുറകു വശത്ത് എന്താണുള്ളതെന്നറിയാനൊരാകാംക്ഷ.
അങ്ങനെ ഇങ്ങനെ പോയി നോക്കി. അവിടെയും വേറെ ഇതായിട്ടില്ല, ഈ ഒരു പാറക്കെട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെ ആ ഒരു പുറകുവശം. പിന്നെ ഇതിനുള്ളിൽ അവനക്കൊന്ന് പ്രതിഷ്ഠ ഉള്ളതായിട്ടൊന്നും പുറത്തുനിന്ന് നോക്കിയപ്പോഴത്തേക്കും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അത്യാവശ്യം എനിക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തു. അതുപോലെ തന്നെ വെയിലാണെങ്കിൽ പോലും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും, നല്ല തണുപ്പും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള, എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. എന്ന് വെച്ചാൽ സാധാരണ നമ്മളിങ്ങനെ ഒരു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പം എന്തെങ്കിലും പ്ലാസ്റ്റിക്കോ ചവറോ കാര്യങ്ങളോ ഒക്കെ കാണും. പക്ഷേ ഇവിടെ എനിക്ക് അത്രയും ഇതായിട്ട് തോന്നുന്നത് വെച്ചാൽ ചവറോ പ്ലാസ്റ്റിക്കോ ഒന്നും ഒരു തരമായിട്ടുള്ള ഒരു വേസ്റ്റിൻ്റെ ഒരംശം പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അപ്പോഴത്തേക്കും എൻ്റെ അച്ഛനും അമ്മയും സെൽഫിയൊക്കെ എടുത്ത് തകർക്കുവാണ് അവിടെ. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ അതിൻ്റെ തന്നെ റൈറ്റ് സൈഡിലായിട്ടൊരു മല പോലെ, ഒരു കുഞ്ഞു മല പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കയറി നോക്കി എന്താണ് അവിടുത്തെ കാഴ്ചയെന്നും കൂടെ കാണണമല്ലോ, എന്തായാലും ഇതുവരെ വന്നതല്ലേ. അങ്ങനെ ഞങ്ങളുടെ മുകളിലേക്കൊക്കെ പോയി. അത്യാവശ്യം നടക്കാനുണ്ട്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് എൻജോയ് ചെയ്ത് നടക്കാം. അങ്ങനെ ടയേർഡ് ആവുന്ന രീതിക്കുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഇല്ല. അങ്ങനെ ഞങ്ങൾ നേരെ മുകളിലേക്ക് പോയി. അപ്പം അവിടെ ചെന്നിട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അതിന് മുന്നേ ഇവിടെ എല്ലാവരും കയറി വരുന്നതാണ്. അമ്മമാരൊക്കെ അടിപൊളിയായിട്ട് ഓടിക്കയറി കേട്ടോ. അത് കഴിഞ്ഞിട്ട് മുകളിൽ ചെല്ലുമ്പോൾ വ്യൂ അങ്ങനെ നമ്മൾ നേരത്തെ താഴെ നിന്ന് കണ്ടതിൻ്റെ ആ ഒരു ചെറിയ ഒരു വ്യൂ തന്നെയാണ്. പക്ഷേ ആ ക്ലൗഡിൻ്റെ അതൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്കൊന്ന് ക്യാമറയിലും കൂടി ആകുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ട്. ഞങ്ങൾ പിന്നെ തിരിച്ചിറങ്ങിയത് ഈ ഒരു പാറക്കെട്ട് വഴിയാണ് കേട്ടോ തിരിച്ചിറങ്ങിയത്. ഇങ്ങോട്ട് വന്നപ്പോൾ പടി കയറി വന്നു, അങ്ങോട്ട് പോയപ്പോൾ എന്തായാലും പാറക്കെട്ട് വഴി ഇറങ്ങാമെന്ന് ചോദിച്ചു. അതുകൊണ്ട് ഇത് ഇറങ്ങാൻ കുറച്ച് റിസ്ക് ആണല്ലോ, നമുക്ക് കയറാൻ പിന്നെയും കയറാം. പക്ഷേ ഇറങ്ങുന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ സ്ലിപ്പാവാനൊക്കെ ചാൻസ് ഉണ്ട്. അച്ഛൻ പറയുമായിരുന്നു ചേട്ടൻ്റെ വീണാലും അവൾ ക്യാമറ വിടില്ല എന്നുള്ള കാര്യം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുന്നത് അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ ഒരു പ്ലേസ്, ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ പോകാമെന്ന് പറഞ്ഞാൽ അത് ഈ ഒരു സ്ഥലമാണ്. നല്ല രസമുണ്ട്, ഫോട്ടോസിനും വീഡിയോസിനും ഒക്കെ നല്ല ഭംഗി. അതുപോലെ തന്നെ അവിടെ കുറച്ച് ഇരിക്കാനുള്ള സംഭവമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഈ മുകളിൽ കയറി എല്ലാം കണ്ടു കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്ഥലം നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെയാണ് ഞാൻ ആ പറഞ്ഞ സ്ഥലം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ ഫോട്ടോസൊക്കെ അനിയത്തിയും ചേട്ടനും കൂടെ കാണിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു, ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ, നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് അങ്ങ് സ്പെൻഡ് ചെയ്തു. പിന്നെ അച്ഛൻ ഞങ്ങൾക്ക് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് തരുവാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. നന്നായിട്ട് എൻജോയ് ചെയ്തു. കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് ഇവിടെ വരണം എന്നുള്ളത്. ബട്ട് ഇപ്പോഴാണൊന്ന് സാധിച്ചത്, അതും എല്ലാവരെയും കൂട്ടി വരാൻ പറ്റി. അങ്ങനെ പിന്നെ ഞങ്ങളുടെ 3 പേരുടെയും ഷൂട്ടായിരുന്നു. അതൊരു കോമഡി ആയിരുന്നു സംഭവം. അടിപൊളിയായിട്ട് ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇതേ അടുത്ത ഫോട്ടോഗ്രാഫർ അവിടെ എല്ലാവരുടെയും ഫോട്ടോ എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഈ ട്രിപ്പിൽ എനിക്ക് തോന്നിച്ചു എല്ലാവരും ഇങ്ങനെ ക്യാമറ, കാരണം അത്രയ്ക്ക് ഭംഗിയുണ്ടായി സ്ഥലം കാണാനൊക്കെ. ഇതാണ് എൻ്റെ അച്ഛൻ, നിങ്ങൾ വ്ലോഗിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതേ അച്ഛൻ പുതിയ സംഭവം കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതെന്താ ഞാനിത് പുതിയതായിട്ട് പഠിച്ചെന്നൊക്കെ പറഞ്ഞ അച്ഛൻ കാണിച്ചു തന്നതാണ്. പിന്നെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങണം. താഴേക്ക് ഇറങ്ങുന്നതിനിടയ്ക്ക് ഇടയിലൊരു സ്ഥലം കണ്ടു, ഇങ്ങനെ മരച്ചിലേക്ക്. അപ്പം മരച്ചില്ല കണ്ട വിടാൻ പാടില്ലല്ലോ. നമ്മളതിനൊക്കെ മുകളിൽ കയറി ഞങ്ങൾ അച്ഛനെയും അമ്മയൊക്കെ മുകളിൽ കയറ്റി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ഈ ട്രിപ്പ്. അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചിതറാലിൽ നിന്ന് ഇറങ്ങുവാണ്. ഇനി ഞങ്ങൾ അടുത്ത് പോകുന്നത് തൃപ്പരപ്പ് വാട്ടർഫോൾസിലോട്ടാണ്. അപ്പം അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ പോകുന്ന വഴിക്ക് കാണിക്കാം. അങ്ങനെ പോകുന്ന വഴിക്ക് വിശപ്പടിച്ചപ്പോൾ ഞങ്ങൾ കയറി ഒരു ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എത്തിയത് തൃപ്പരപ്പ് വാട്ടർഫോൾസിലോട്ടാണ്. എൻട്രി ടിക്കറ്റ് 10 രൂപ അങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ എന്തൊക്കെയോ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ആ വാട്ടർഫോൾസ് ഇഷ്ടമായി എന്നല്ലാതെ എനിക്കെന്തോ അത്രയ്ക്ക് ഇങ്ങോട്ട് സ്ഥലം പിടിച്ചില്ല. എനിക്കൊന്നും പണി നടക്കുന്നതിൻ്റെയൊക്കെ ആ ഒരു ഇത് കൊണ്ടായിരിക്കാം. പിന്നെ ഒരുപാട് പേര് കുളിക്കാനുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. വാട്ടർഫോൾസിൻ്റെ ആ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ ഞാൻ അടിപൊളിയായിട്ട് കൊള്ളായിരുന്നു. അല്ലാതെ എന്തോ എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് എന്നിട്ട വ്യൂ പോയിൻ്റ് അവിടെ ഇറങ്ങി അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വ്ലോഗ്. അങ്ങനെ ഫാമിലി ട്രിപ്പ് എന്നിട്ട് ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, അതുപോലെ തന്നെ കമൻറ്റും